മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ധന്യമായ കുറേ അനുഭവങ്ങളുടെ പരമ്പരയിൽ രണ്ട് അനുഭവങ്ങൾ ഭാരതത്തിന് ഏറ്റവും അനുകൂലമായിട്ട് വന്നത് 2.5 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ അന്നു മുതൽക്ക് ശരിക്കും പെട്രോളിന്റെ ഡീസലിന്റെ വില ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് വാർത്തകൾ ഉണ്ടായിരുന്നു. അത് ശരിയുമായിരുന്നു. $140 വരെ ഉണ്ടായിരുന്ന ഓയില് ഇപ്പൊ $50 വന്ന് നിൽക്കുകയാണ് ഒരു ബാരലിന്. അടുത്ത 3-4 വർഷത്തേക്ക് ഇറാനും അതുപോലെ ദോഹയും ഖത്തറും ഇവരൊക്കെ ആയിട്ട് ഗവൺമെന്റ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇതേ നിരക്കിൽ അടുത്ത 4 വർഷത്തേക്ക് ഡീസൽ ഭാരതത്തിന് ലഭിച്ചുകൊള്ളാം, ഓയിൽ ലഭിക്കും എന്നുള്ള രീതിയിലുള്ള MOU ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് മുമ്പോട്ട് പോകാൻ സാമ്പത്തികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ട് കൊണ്ടിരുന്ന ഒരു രാഷ്ട്രത്തിന് ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം ചെലവാകുന്നത് ഈ ഓയിൽ ഇമ്പോർട്ടിലാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുദ്ധോപകരണങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് ഭാരതം ഇപ്പോൾ മാറിയതുപോലെ കഴിഞ്ഞ അനവധി വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യവും ഭാരതം തന്നെയാണ്. അപ്പൊ ഇതിനു വേണ്ടി വരുന്ന വിദേശ നാണയത്തിൽ കുറേ അധികം സമാഹരിക്കാൻ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ ഗവൺമെന്റിന് സാധിച്ചു, യഥാർത്ഥത്തിൽ ഓയിലിന്റെ വില കുറഞ്ഞപ്പോൾ. രണ്ടാമത് സംഭവിച്ചത് കോപ്പറേറ്റീവ് ബാങ്ക് മുതൽക്ക് അർബൻ ബാങ്ക് മുതൽക്ക് എല്ലാ ബാങ്കിലും റിസർവ് ബാങ്ക് ആ ഇൻട്രസ്റ്റിന് ടാക്സ് നിശ്ചയിച്ച് ഇംപ്ലിമെന്റ് ചെയ്തു ഡിജിറ്റലൈസേഷനിലൂടെ. അതിൽ നിന്ന് വളരെ ഹ്യൂജ് എമൗണ്ട് ഒരു അനുഗ്രഹമായിട്ട് വന്നു. കഴിഞ്ഞ വർഷം കാലാവസ്ഥാ നിരീക്ഷകരുടെയും എക്കണോമിക്കൽ ഡെവലപ്മെന്റിനെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നവരുടെയും അസസ്മെന്റിനനുസരിച്ചിട്ട് ഏറ്റവും നല്ല മഴ ലഭിച്ചത് ഈ കഴിഞ്ഞ വർഷമാണ്. അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് അങ്ങ് ഗംഭീരമായിട്ട് കൂടുകയുണ്ടായി. അത് തന്നെ GDP-യിൽ 1% വർധനയുണ്ടാക്കും എന്ന് വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ കാലാവസ്ഥ അനുകൂലമായി, ഇമ്പോർട്ട് ചെയ്യേണ്ട ഓയിലിന്റെ വില കുറഞ്ഞത് അനുകൂലമായി. മൂന്നാമത് ഒരു അനുകൂലമായിട്ട് ലഭിച്ചത് GST അംഗീകരിക്കാൻ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അംഗീകരിക്കാനായിട്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ച് നിന്നു. ADMK മാറി നിന്നുവെങ്കിലും AIADMK മാറി നിന്നുവെങ്കിലും പിന്നെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു നന്മ വന്നത് ട്രംപ് അമേരിക്കയില് പ്രസിഡന്റായിട്ട് എലക്ട് ചെയ്യപ്പെട്ട വാർത്ത വന്നതാണ്. ഭാരതത്തിന്റെ ചിന്താധാരയോടും ലോകത്തിലെ ഏറ്റവും സംസ്കാരമുള്ള രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഭാരതം എന്ന് പ്രഖ്യാപിക്കാനും നമ്മുടെ പ്രധാനമന്ത്രി അബ് കി ബാർ മോദി സർക്കാർ എന്ന് പറഞ്ഞ പോലെ അമേരിക്കയിൽ അബ് കി ബാർ ട്രംപ് സർക്കാർ എന്ന് പറഞ്ഞ് ഭാരതത്തിന്റെ രീതിയിലൂടെ ഇലക്ഷൻ പ്രചരണം നടത്തുകയും അവിടുത്തെ ജനങ്ങളെ ഇവിടെ പ്രധാനമന്ത്രി കയ്യിലെടുക്കാൻ എടുത്തതുപോലെ അവിടെയും എടുക്കാനായിട്ട് വളരെ ഗംഭീരമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തി, ഇലക്ഷനിലെ എല്ലാ പ്രതീക്ഷകളും, ഹില്ലാരി ക്ലിന്റന്റെ ഭാര്യ മിസ് ഹില്ലാരിക്ക് തീർച്ചയായിട്ടും കസേര ഉറപ്പായിരുന്നു. അതിൽ നിന്ന് തികച്ചും മാറി അമേരിക്കക്കാർ ഇനിയും ഒരു സ്ത്രീയെ പ്രസിഡന്റായിട്ട് എടുക്കാനുള്ള മനസ്സില്ലാത്തവരായിരിക്കാം. സർവേയും സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടും എല്ലാം കവച്ചു വെച്ചുകൊണ്ട് ഭാരതത്തിൽ സംഭവിച്ചതുപോലെ ട്രംപ് അസാധാരണമായിട്ടുള്ള രീതിയിൽ വിജയിക്കുകയുണ്ടായി. ഭാരതത്തോട് ഏറ്റവും അധികം അദ്ദേഹത്തിന് പ്രതിബദ്ധത ഉള്ളതായിട്ട് പല പ്രഭാഷണങ്ങളിലും അദ്ദേഹം പറയുകയുണ്ടായി. തീവ്രവാദത്തിനെതിരെ പ്രവർത്തിക്കലും അതുപോലെ ഭാരതത്തിന് പൂർണ്ണ സഹായം കൊടുക്കലും ഭാരതീയ സംസ്കാരത്തെ അഭിനന്ദിക്കുകയും ഭാരതം ഒരുപക്ഷെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിട്ടും എല്ലാം പ്രഖ്യാപിക്കുകയും എല്ലാം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ഭാരതീയർക്ക് തന്നെ അദ്ദേഹത്തോട് കുറേ അധികം സ്നേഹവും ബഹുമാനവും തോന്നിയിരുന്നു. രണ്ടു പക്ഷത്തും ആൾക്കാരുണ്ടെങ്കിലും അമേരിക്കയിൽ 4-5 പേര് ഭാരതീയര്
ഈ ഇലക്ഷനിൽ ജയിച്ചിട്ടുണ്ട്. അതും അഭിമാനാർഹമായിട്ടുള്ള നേട്ടമാണ്. അടുത്ത വർഷം ആദ്യത്തിൽ ട്രംപ് സർക്കാർ അമേരിക്കയിൽ വരുമ്പോൾ എങ്ങനെയാണോ ഇന്നത്തെ ഭരണകൂടം ഭാരതത്തിൽ അധികാരമേറ്റപ്പോൾ പെട്രോള്, ഡീസല്, നാച്ചുറൽ ഗ്യാസിന്റെ വില കുറഞ്ഞ് പ്രകൃതി അനുഗ്രഹിച്ചത്, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രങ്ങളെ അനുഗ്രഹിച്ചത്, എങ്ങനെയാണോ മഴ പെയ്യുന്നതിലൂടെ പ്രകൃതി അനുഗ്രഹിച്ചത്, അതുപോലെ എങ്ങനെയാണോ ആത്മശക്തിയോടുകൂടി ഡിജിറ്റലൈസേഷൻ ഓഫ് ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ളതും മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നുള്ളതും ലോക ജനത സ്വീകരിച്ചത്, അതുപോലെ എങ്ങനെയാണോ ഈ മാറ്റങ്ങളെല്ലാം ഭാരതീയരും ഭാരതത്തിന് പുറത്തുള്ളവരും സ്വീകരിച്ചത്, അതെല്ലാം ധന്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ വിദേശത്ത് ലോകത്തിന്റെ തലസ്ഥാനമായിട്ട് അറിയപ്പെടുന്ന അമേരിക്ക, ലോകത്തിന്റെ പ്രസിഡന്റിനെ പോലെ പെരുമാറാറുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരും ഗവർണർമാരും അമേരിക്കൻ ഗവൺമെന്റും, അതും ഒരു പരിധിവരെ താരതമ്യേന ഭാരതത്തിന് അനുകൂലമായിട്ട് വരുമ്പോൾ അതുകൂടി ഈ രാഷ്ട്രത്തിന് അനുകൂലമായിട്ട് വരുന്ന ഒരു കാഴ്ച. അങ്ങനെ ട്രംപ് സർക്കാരിന്റെ വിജയം ഒരുപക്ഷെ മറ്റ് ഏത് വ്യക്തികൾ ആ കസേരയിൽ ഇരിക്കുന്നതിനേക്കാൾ ധന്യമായിട്ട് എന്ന് തോന്നുന്ന വിധത്തിൽ ഒരു അനുഗ്രഹമായി മാറി എന്ന് തോന്നുന്നു. പ്രണാമം, നമസ്കാരം.